കിടക്കാം. ഹലോ ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഉമ്മർക്കോയ എന്ന ആളല്ലേ? അല്ല, മൂസക്കോയ. മൂസക്കോയ. ഞാന് ഷഹീർ എന്ന് പറയും എന്റെ പേര്. ഞാനൊരു വിഷയം അറിയാൻ വേണ്ടി ഇങ്ങനെ വിളിച്ചായിരുന്നു. ഇങ്ങനെ ഈ ഫേസ്ബുക്കിലും ഇതിലൊക്കെ കണ്ടപ്പോഴേ ഞങ്ങളെ എന്റെ സോലി സഖാഫി അണ്ടോണയുടെ ഒരു വിഷയമായിട്ട് ചോദിക്കാൻ വേണ്ടി വിളിച്ചായിരുന്നു. നിങ്ങള് സോലി സഖാഫിന്റെ ആരാണ്? ഞാന് മൂപ്പരെ ഉമ്മന്റെ അനിയത്തിന്റെ മോളെ കിട്ടിയ മൂപ്പരെ ഉമ്മന്റെ അനിയത്തി ഇളയമ്മന്റെ മോളെ കിട്ടിയാളാ. എന്റെ ഒരു അളിയനായിട്ട് വരും. നിങ്ങൾ അളിയനായിട്ട് വരില്ലേ? അത് മൂപ്പര് ഒരു 6.5 പവൻ കട്ട് ഇങ്ങനെ നിങ്ങളെ വീട്ടിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് കട്ട് എന്ന് പറഞ്ഞത്. അതായത് സംഭവം എന്താണ് അതിന്റെ ഡീറ്റെയിൽസ് എന്ന് അറിയാൻ വേണ്ടിട്ട്. അത് ഞങ്ങൾക്കൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു സംഭവം വളരെ അത്രയും നമ്മള് ഒരു നല്ലൊരു വ്യക്തിയായിട്ടാണ് കണ്ടത്. പക്ഷെ ഇങ്ങനെ ഓന്റെ ഇളയമ്മ സുഖമില്ലാതെ സീരിയസ് ആയിട്ട് കിടക്കുക. അതായത് മിണ്ടിയില്ല, ഓർമ്മ ഒന്നും ഉണ്ടോന്ന് അറിയില്ല, ഇങ്ങനെ കിടക്കുന്ന ഒരു അവസരമാണ്. എന്നിട്ട് അതിന് കാണാൻ വേണ്ടി സന്ദർശിക്കാൻ വേണ്ടി വന്നതായിരുന്നു. ഓനും ഓന്റെ ഭാര്യയും മക്കളും. കാണാൻ മരിച്ചപ്പോ സുഖമില്ലാതെ കാണാൻ വന്നല്ലേ? സീരിയസ് ആയി കിടക്കുമ്പോൾ കാണാൻ വന്നതാണ്. മാത്രല്ല ഓർക്ക് വേറൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. അതായത് അളിയന്റെ ഭാര്യ അവന്റെ അടുത്തുനിന്ന് എന്തെങ്കിലും കുറച്ച് പൈസ അല്ലെങ്കിൽ ഒരു പണയം വെക്കാൻ കുറച്ച് പൊന്നോ അങ്ങനെ എന്തെങ്കിലും ചോദിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് വന്നത്. അതായത് പിന്നെ അപ്പോ ഞാനിപ്പോ ഒരു സംസാരിച്ചു. എന്തായാലും വന്നത് കാണാൻ മാത്രമല്ല ഓളിനെയും കാണാൻ കൂടി. ഞാൻ അളിയന്റെ ഭാര്യനോട് സംസാരിച്ചപ്പോ അളിയന്റെ ഭാര്യ പറഞ്ഞ് എന്നെയും കൂടി കാണാനാ വന്നത്. ഒരു പൈസ അല്ലെങ്കിൽ പൊന്നെന്തോ ഉണ്ടെങ്കില് അതോ ചോദിക്കാൻ വേണ്ടിയാണ് വന്നത്. അപ്പൊ ഈ ഉമ്മ ഒരു അലമാര വാങ്ങണം എന്നിങ്ങനെ ഒരു ആഗ്രഹം ഇങ്ങനെ എപ്പോഴും പറയലുണ്ടായിരുന്നു. പുതിയ അലമാര. അപ്പൊ ഒരു അളിയൻ ഒരു അലമാര വാങ്ങിക്കൊടുത്തു. അത് ഉമ്മാന്റെ റൂമിലിട്ട്. അപ്പൊ ആ അലമാറിന്റെ അകത്ത് പിന്നെ ഈ ഉള്ളിലൊരു ചെറിയൊരു സെൽഫ് പോലുള്ള സ്ഥലം ഉണ്ടാവും. അപ്പൊ അതിലേക്ക് എന്റെ വൈഫ് അവിടെ നിൽക്കുമ്പോ ഓളെ സ്വർണം കഴിച്ച് അതിൽ വെച്ച്. അങ്ങനെ ഞാന് അവിടെ ചെന്നപ്പോ അലമാറൻ കണ്ട്. ഇപ്പൊ ഉമ്മച്ചി ആഗ്രഹം പൂർത്തിയാക്കി കൊടുത്തല്ലോ, അലമാറയൊക്കെ വാങ്ങിയല്ലോ എന്ന് പറഞ്ഞ് ഞാനൊന്ന് തുറന്നു നോക്കിയപ്പോ ഈ ഒരു ചെയിൻ മാത്രമുണ്ട് ഈ ഷെൽഫിന്റെ ഒരു മൂലക്കല്. അപ്പൊ ഞാനതെടുത്ത് ഈ സെന്റിലായിരുന്നു, ഈ നടുക്കായിരുന്നു. ഞാനതൊന്ന് ബാക്കിലോട്ട് മാറ്റി വെച്ചു. പെട്ടെന്ന് ഒരു കാണണ്ടെന്ന് വിചാരിച്ചു. ലോക്ക് ചെയ്തിട്ടൊന്നുമില്ല. അപ്പൊ ഉമ്മച്ചിന്റെ കിടക്കുന്നവർ ഇങ്ങനെ കാണുന്ന രൂപത്തിൽ മുമ്പിലാണ് ഈ അലമാറ വെച്ചത്. ഓന് ഇത് എടുക്കുന്നത് ഇപ്പൊ ഈ ഉമ്മവരെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ സീരിയസ് ആയി നിൽക്കുന്നതിനെ കൊണ്ട് സംസാരിക്കാൻ കഴിയാത്തത് കൊണ്ട് അത് പറഞ്ഞിട്ടില്ല. അതിന് പറയാൻ കഴിഞ്ഞില്ല. അത് എടുത്ത് ഇവര് പോയി. കുറച്ച് കഴിഞ്ഞ് ആണ് ഇവര് എന്തോ യാദൃശികമായിട്ടൊരു ഓർമ്മ വന്നത്. പെട്ടെന്നൊന്നും എടുത്തിട്ടൊന്നുമില്ല. ഏകദേശം 6 നിങ്ങളെ ഭാര്യയുടേതാണോ? എന്റെ ഭാര്യന്റെതാ. ഇവള് ഇങ്ങനെ ഇതൊക്കെ ശരിക്കും പറയണ എല്ലാരും തരിച്ചുപോയി. ലേശം പൈസന്റെ മുതലല്ലല്ലോ. 6.5 പവനിന്റെ അടുത്ത് കാണും. ഓളെ മെയിൻ ഒരു ആഭരണമാണ് അത് ഞാനപ്പോ അറിയലുണ്ട്. വെറുതെ എന്തിനാ നഷ്ടപ്പെട്ടു പോവും അല്ലെങ്കിൽ തേഞ്ഞു പോവും, വെറുതെ ഇടണ്ടെന്നൊക്കെ ഞാൻ പറയും. പക്ഷെ ഓൾക്ക് അതൊരു സന്തോഷാണല്ലോ. അങ്ങനെ സാധനം കാണുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എന്ത് കാണുന്നില്ല, നീ ഇതൊക്കെ പറയുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞു. ഏതായാലും ഇവർക്ക് ഒരു ചർച്ച ചെയ്ത് ആരൊക്കെ വന്നു എന്നുള്ളത് നോക്കുമ്പോ ഇവര് വന്നു പോയതിനു ശേഷം മറ്റാരും വന്നിട്ടില്ലായിരുന്നു. രാത്രി ഏകദേശം വളരെ സാലി വന്നതിന്റെ ശേഷം. അങ്ങനെ പേര് സക്കാഫിന്നൊന്നും ആരും പറയാറില്ല. അറിയൽ തുടങ്ങിയത്. കാരണം ചോന അങ്ങനെ ഒരു സക്കാഫി ഒരു പണ്ഡിതന്റെ ഒരു ക്വാളിറ്റിയും കാര്യമൊന്നും അന്നേ ഇല്ല. എന്റെ വാപ്പാന്റെ ഒരു ഗുണോ അവന് കിട്ടിയിട്ടുമില്ല. മോനാണ് എന്നുള്ളൊരു ഇത് ഓന് അതിന്റെ ഒരു ഗുണം കിട്ടിയിട്ടില്ല. മറ്റുള്ള മക്കൾക്കൊക്കെ പിന്നെയും ഉണ്ട്. ഇവന് ആ ഒരു രൂപത്തിലേക്ക് നീങ്ങിയിട്ടില്ല. ഏതായാലും ഇവന് ശരിക്കും പറയുകയാണെങ്കിൽ എന്റെ 9 എത്ര പെങ്ങന്മാരുണ്ട്. ആ 9 മക്കളെയും ഇവര് കെട്ടിക്കേണ്ടതിന് പകരം ഉസ്താദാണ് കെട്ടിച്ചത്. നല്ല ആലിമ്യങ്ങൾ കൊണ്ട്. ഒരുപാട് കൊടുവള്ളിണ്ട്. ഒരാള്
ഒരുപാട് ഒരുപാട് എല്ലാരെയും പേരൊന്നും എനിക്കറിയില്ല. അപ്പൊ എല്ലാരെയും ഞാൻ അറിയെങ്കിൽ പേരറിയില്ല. ഒരാള് ഇവിടെ ഏർവാടി മരണപ്പെട്ട് അവിടെ മറവ് ചെയ്തതാണ്. അപ്പൊ അങ്ങനൊക്കെ ഏതായാലും ഇവന് പിന്നെ ഈ സാധനം എടുത്ത് പിന്നെ പോയതാണ് എന്ന് തോന്നി. പിന്നെ ആൾക്കാർക്ക് രാവിലെ പോകാനൊന്നും മനസ്സിലായ, രാവിലെ പോയാൽ പോരെന്നൊക്കെ ഇങ്ങനെ എല്ലാവരും ചോദിച്ചു. പറ്റൂല, ഇപ്പം തന്നെ അങ്ങനെ രാത്രി അർദ്ധരാത്രി തന്നെ കാറും എടുത്ത് മലപ്പുറത്ത് എവിടെ താമസിക്കുന്ന സ്ഥലത്തേക്ക് വണ്ടി വിട്ട്. അതിന്റെ മുമ്പൊക്കെ അതില് കോളൊക്കെ ചെയ്തിരിക്കുന്നു. കോളൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ ആരെടുത്തും പറയല, നിങ്ങള് പിന്നെ ആ സാധനം അങ്ങ് തന്നാ മതി, കൂടുതലൊന്നും പറയണ്ട എന്ന് പെണ്ണുങ്ങളാരോ വിളിച്ചു പറഞ്ഞു. ഏതായാലും ഇവരവിടെ ചെന്ന് എന്തായാലും കുഴപ്പമോ, കാരണം പോയത് അങ്ങനത്തെ ആളുകളൊക്കെ പോയത്. അപ്പൊ 3-4 ആള് ഒരു കാറ് നിറയെ ആൾക്കാർ അങ്ങോട്ട് പോയി. താമസിക്കുന്ന നാട്ടില് എനിക്ക് സ്ഥലനോട് പറഞ്ഞു ഈയിടെ അവിടെ മലപ്പുറത്ത് എവിടെയാണ്, വളരെ ലോങ് ആണ്. കാരണം ഏകദേശം 10-60 കിലോമീറ്ററോളം പോണം. അവിടെ കറക്റ്റ് അറിയില്ല. ഏതായാലും അവിടം വരെ പോയി സാധനം നിങ്ങൾ വീട്ടിലേക്ക് വരണ്ടെന്ന് പറഞ്ഞു. കാരണം വീട്ടിൽ വന്നാൽ ഇപ്പോ എന്തെങ്കിലും വെച്ചിട്ട് ഏതോ ഒരു ചെറിയന്റെ കയ്യിൽ സാധനം റോഡുമേലേക്ക് കൊടുത്തുവിട്ടതാണ്. കിട്ടതോട് കൂടി ഇവല് പിന്നെ അലഹദില്ലാന്നും പറഞ്ഞ് ഇവല് പോന്ന്. അപ്പൊ ഇവരുടെ സ്ഥിതി എന്തായിരിക്കും? അപ്പൊ ഒരുപാട് കുടുംബത്തിൽ നിന്നൊക്കെ ചെറിയ ചെറിയ സ്വർണങ്ങളൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ട്. എല്ലാവർക്കും ഇപ്പോ ഇതാണോ ഇങ്ങനാണോ സംഭവം എന്നുള്ളത് എല്ലാവർക്കും ഇപ്പൊ സംശയമായി മാറി. കാരണം ആരും ഓർക്കൂലല്ലോ. കാരണം ചെറിയ കുട്ടികളൊക്കെ ഇങ്ങനെ കളിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോ ആ വീട്ടിൽ നിന്ന് തന്നെ പോയിട്ടുണ്ട്. പിന്നെ കുടുംബത്തിൽ പെങ്ങന്മാരുടെ വീട്ടിൽ നിന്നൊക്കെ അങ്ങനെ പോയിട്ടുണ്ട് പലരും ഇങ്ങനെ ഓരോരുത്തർ. പക്ഷെ ഓനടുത്ത് നമ്മൾ പറയുന്നില്ല, ഇതിപ്പോ കയ്യോടെ പിടിച്ചുകൊണ്ട് പിടിച്ചോണ്ട് ബാക്കിയുള്ളത് ഇപ്പൊ തന്നെ ആവുന്നുള്ള സംശയം കുടുംബക്കാർക്ക് അതിപ്പോ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അവന് പ്രൂഫ് ഇല്ലാത്തത് കൊണ്ട് ഇതിപ്പോ എന്നാ എല്ലാവർക്കും അറിയുന്ന സംഭവം. അങ്ങനെ കുറച്ച് ഞങ്ങളാരടുത്തും പറഞ്ഞില്ലായിരുന്നു. പക്ഷെ കുറച്ച് എങ്ങനോ ഇത് ലീക്ക് ആയതാണ്. എന്റെ അളിയന്മാരും എല്ലാവർക്കും അറിയാം വിവരം, സംഭവം. ഏതായാലും അൽഹംദുലില്ലാ 100 വട്ടം പഠിച്ചവനെ സ്തുതിക്കാൻ. വാങ്ങിക്കൊടുക്കാൻ എന്നെ കൊണ്ട് ഇപ്പൊ പറ്റൂല, എന്റെ ഇപ്പുള്ള അവസ്ഥയില്. അതുകൊണ്ട് ഏതായാലും നമ്മൾ അത്രയും വിശ്വസിച്ച ഒരാളെ വീട്ടിൽ കയറ്റിയ അത്രയും ഓനൊരു പ്രത്യേകിച്ച് ഒരു മൊയിലാരുടെ വേഷം കൂടെയാണല്ലോ. അതാണ് ഇങ്ങനെ വിചാരിക്കുക. എങ്ങനെ എന്ത് ഒരു ചിന്താഗതിയാണ് ഇവരുള്ളത്, എന്തിനാ ഇവര് ഫോളോ ചെയ്യുന്നത് മനസ്സിലാകുന്നില്ല. ഇവനിപ്പോ പൈസ ഇവനിപ്പോ എന്താ ജോലി ഉണ്ടോ ഏതെങ്കിലും പള്ളിയിൽ എന്തെങ്കിലും? അങ്ങനത്തെ ഒന്നും എവിടെയും കേട്ടിട്ടില്ല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അയാളെ കൂട്ടത്തിൽ നടക്കുന്നിട്ടൊക്കെ ആയിരിക്കും ജീവിക്കുന്നതെന്ന് തോന്നുന്നത്. പക്ഷെ അയാൾ ആവശ്യപ്പെട്ടിട്ടാണോ പൈസ എന്താന്നറിയില്ല. അയാൾ അഡിക്റ്റ് ആയിട്ട് ഉണ്ടോ അയാളെ സ്ഥിതി. ഞാനും അയാളൊരു നല്ല മനുഷ്യനാന്നൊക്കെ തോന്നിപ്പോയിരുന്നു നമുക്ക് അങ്ങനെ. പക്ഷെ പിന്നെ ഈ ഗ്ലോബൽ വില്ലേജിലെ ആ ഫോട്ടോവും ആ രൂപവും കണ്ടതോടുകൂടി എന്റെ മനസ്സ് ആകെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം ഒരു ചെറിയൊരു പണ്ഡിതന് അതിന്റെ ഒരു ചെറിയ അംശം ഉണ്ടെങ്കിൽ പോലും ആ ഭാഗത്തേക്ക് പോകാൻ ഇഷ്ടപ്പെടൂല. നമ്മൾ തന്നെ ഇപ്പൊ ദുബായിൽ പോകുന്ന നേരം നമ്മൾ പല സ്ഥലത്തും നമ്മൾ കണ്ണടച്ചു പോകേണ്ട രംഗങ്ങൾ ഉണ്ടായില്ലേ, പല സിറ്റിയിലും പോകും. പോകാൻ കഴിയൂല. നമ്മളെ ഉസ്താദുമാർക്ക് പോകാൻ കഴിയൂല, ആർക്കും കഴിയും. അത് മാത്രല്ല, അങ്ങനെ പോവുകയാണെങ്കിൽ അയാളെ ഫാമിലിന്റെ ഡ്രസ്സ് ഇങ്ങനെ ചിന്തിച്ചു നോക്കി. എന്റെ വൈഫ് എന്ന് പറഞ്ഞാലും അതേപോലെയുള്ള സാധാരണക്കാരാണ്. നമ്മള് പെണ്ണുങ്ങൾ നമ്മൾ പുറത്തു പോകുന്ന നേരം ഹിജാബ് ഇട്ടിട്ട് മുഖം മറച്ചിട്ട് നമ്മൾ പറഞ്ഞേക്കുന്നത്. അങ്ങനത്തെ ആ കുട്ടി നടക്കുന്ന നോക്കി, ആ കുട്ടി ആ മക്കളെ വേഷം നോക്കി. നമ്മളെ വിഷയമല്ല, ഞാൻ നിങ്ങളോട് നമ്മുടെ അനുഭവത്തിൽ തോന്നിയത് പറഞ്ഞു തന്നെയാണ്. അതിപ്പോ ഒരുപാട് ആൾക്കാർക്ക് അങ്ങനെ തോന്നി. ആ ഗ്ലോബൽ വില്ലേജ് കണ്ടോട് കൂടിയിട്ട് അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് തോന്നിയ. അതായത് എന്നിട്ട് ഇനിയും ഇപ്പോ അയാളെ സത്യാവസ്ഥ മനസ്സിലാക്കാതെ അയാളെ കുറിച്ചൊരു ശരിക്കൊരു പഠനം നടത്താതെ ആൾക്കാർ പിന്നെയും ഫോളോ ചെയ്യുന്നത് കേട്ടിട്ട് നമുക്ക് അത് ആ കോലത്തില് പറഞ്ഞ് ഇപ്പൊ കുറെ ആൾക്കാർ ഇതുപോലെ പൈസ വാങ്ങിയിട്ട് പറ്റിച്ച 2-3 ആൾക്കാർ ഇതേമാതിരി എന്റെ അടുത്ത് വിളിച്ചു പറഞ്ഞ പോലെ ഉണ്ടായിരുന്നു. 5 ലക്ഷം മറ്റോ ഓരോന്നിന് ഷെയറും കൂടിയിട്ട് അങ്ങനെ അവരെ കയ്യിൽ തെളിവും കാര്യങ്ങളൊക്കെ തരാന്ന് പറഞ്ഞിട്ട് എന്നോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കൊണ്ടോട്ടി കീശ്ശേരി ഭാഗത്ത് ഈ പ്രോഗ്രാം നടത്താനൊക്കെ ഏടുന്ന ഫണ്ട് വരുന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കും. ഇങ്ങനെ എന്തോ ആയിരിക്കും, എന്താണെന്ന് അറിയില്ല.
അതെ അതെ അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും. എന്തെങ്കിലും പിന്നെ ഇല്ലീഗൽ വേയിൽ നിന്ന് വരുന്നോ പൈസ വരുന്നുണ്ട്. കാരണം വെച്ചാൽ ഓരോരോ പരിപാടി നടത്തുന്നിടത്ത് അപ്പൊ അവിടുത്തെ പൈസന്റെ ഒഴുക്ക് കണ്ടാലേ അവിടെ ഇറക്കുന്ന ചെലവ് കണ്ടാൽ നമ്മളൊക്കെ അതിശയപ്പെട്ടു. അതെ അതെ. ഇങ്ങനെ എന്തോ കാര്യം. ഏതായാലും ഇതാണ് സംഭവം. നിങ്ങള് പിന്നെ അല്ല ആ ഇത് പറഞ്ഞിട്ടുള്ളൂ. ഇത് ഞാനെന്താ പറയുക, ഇതിങ്ങനെ നമ്മള് വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ കാണുമല്ലോ. അപ്പൊ ഞാൻ നിങ്ങളെ നമ്പർ കിട്ടിയാൽ നമുക്ക് അതിന്റെ സത്യാവസ്ഥ അറിയാലോ. നമ്മളിങ്ങനെ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ല ഇതാണ് ഹക്ക്. ഇതാണ് അതായത് നമ്മളെന്താ അറിയോ, ഇത് പറയുന്നില്ലാന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ ഇവന്റെ ഇപ്പോഴുള്ള ഈ ഓന്റെ കുടുംബത്തിനെ നന്നായിട്ട് സഹായിച്ച ഉസ്താദിനെ എങ്ങനെ പിന്നെ കുറ്റം പറയുകയും ഉസ്താദിന് തെറി പറയുന്ന ടീമിൽ ഇവൻ പോയി എന്ന് കേട്ടിട്ട് ഇവനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്താ ഇവന്റെ മാനസിക അവസ്ഥ. അതായത് ഇവൻ ചെയ്യേണ്ട വർക്കാണ്, ഇവൻ ചെയ്യേണ്ട കാര്യമാണ് ഇവൻ ഉസ്താദ് ഇവന്റെ കുടുംബത്തിന് വേണ്ടി ചെയ്തു കൊടുത്തത്. ഉസ്താദിന് വലം കൈ ആയിരുന്നല്ലോ വല്ലോട് ഉസ്താദ്. അപ്പൊ ആ ഒരു ഉസ്താദ് കാണിച്ചിട്ടുണ്ട്. ഒരൊറ്റ പുയ്യാപ്പിളിനെയും പിന്നെ മറ്റാരും തെരഞ്ഞിട്ടില്ല. ഉസ്താദിന്റെ ശിഷ്യന്മാരെ തന്നെ ആ കുട്ടീനെ കെട്ടണോ അല്ലെങ്കിൽ എനിക്ക് സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോ ഓലെല്ലാരും ആർദവമായിട്ട് കൈനീട്ടി സ്വീകരിച്ചതാണ്. അപ്പൊ അതിന് കൊടുക്കേണ്ട പൊന്നും കാര്യവും ചെലവും എല്ലാം ഉസ്താദ് കൊടുത്തതാണ്. ഉസ്താദ് ചെലവ് ചെയ്ത എല്ലാ കാര്യങ്ങളും അൽഹംദുലില്ലാഹ്. വേറൊരു ജ്യേഷ്ഠനും വേറൊരു അന്യനും ഉണ്ട്. അവരൊക്കെ നല്ല ഇവർക്കൊക്കെ നന്ദിയുണ്ട്. എപ്പോഴും പറയാറുണ്ട് ഉസ്താദിന്റെ സഹായം കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ നിലയിൽ എത്തിക്കിട്ടിയത് എന്നൊക്കെ ഓലൊക്കെ പറയലുമുണ്ട്. ഇവന് ഇങ്ങനെ ആയിപ്പോയി, എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പൊ മറ്റുള്ളവർക്ക് വേണ്ടിട്ട് ഇതുപോലെ വീട്ടിലെ കുടുംബക്കാരൊക്കെ ഇപ്പൊ അറിയില്ലല്ലോ, വിശ്വസിച്ച് കയറ്റി. ഇപ്പൊ നിങ്ങൾ പറഞ്ഞാൽ കുറെ വീട്ടിൽ നിന്നൊക്കെ സ്വർണം പോയി എന്ന് പറഞ്ഞാൽ ചിലപ്പോ അതിന്റെ ബാക്കിലൊക്കെ ചിലപ്പോ ഇവൻ തന്നെ ആയിരിക്കും അല്ലേ. ആയിക്കൂടായല്ല, നമുക്ക് അറിയാതെ നമുക്ക് പറയാൻ പറ്റില്ല. സംശയം എന്തായാലും അങ്ങനെ തോന്നുമല്ലോ ഇപ്പൊ. തോന്നുമല്ലോ. ഇതിപ്പോ 100% ഉറപ്പായി അവൻ സാധനം തിരിച്ചും തന്നില്ലേ. അത് സ്പോട്ടിൽ പോയതുകൊണ്ട് രാവിലെ ഒക്കെ പോകുമ്പോ മനസ്സ് മാറിപ്പോവും. അതെ അതെ. സ്പോട്ടിൽ ചെന്നതിനെ കൊണ്ട് കിട്ടിയതാ. അത് കിട്ടി ചെയ്ത് പിന്നെ അവൻ സോലി വന്നതിന് ശേഷം പിന്നെ വേറെ ആരും വരാത്തത് കൊണ്ട് ഉറപ്പായി. കാര്യമായിട്ട് ആരും വന്നതില്ല, വീട്ടുകാരെന്നല്ലാണ്ട് മറ്റാരും വന്നിട്ടില്ല പുറത്തുനിന്നുള്ള ആരും. വേറെ ഇഷ്ടൊന്നുമില്ലല്ലോ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം.